ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. എപ്പോഴും ഓർപ്പിക്കാറുള്ളതുപോലെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം അത് ഒരു മുഖാന്തരമായി തീരട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യമാണ്. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ഈ വീഡിയോ ഇന്ന് ചെയ്യുവാൻ തക്കവണ്ണം കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു സഭയിൽ പോവുകയുണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച ആ സഭയിൽ ആ പാസ്റ്ററുടെ സഹോദരിയെ കണ്ടത് മുഖാന്തരമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. രക്തസ്രവം, ബ്ലീഡിങ്. ഞാനിതിനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. എന്തുകൊണ്ടാണ് നിലയ്ക്കാത്ത ബ്ലീഡിങ്ങുകൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞ ചില കാര്യങ്ങൾ, ഒന്ന്, ഹോർമോണുകളുടെ അളവിലുള്ള മാറ്റങ്ങൾ മൂലം സ്ത്രീകൾക്ക് ബ്ലീഡിങ് നിലയ്ക്കാതെ വരുന്നത് സാധാരണയാണ് എന്ന് അവർ പറയുന്നു. 2, അണുബാധ യോനിയിലോ ഗർഭാശയത്തിലോ ഉണ്ടാകുന്ന അണുബാധകൾ രക്തസ്രാവത്തിന് കാരണമാകാം. 3, ഗർഭാശയത്തിലോ സെർവിക്സിലോ, അതെന്താണെന്ന് എനിക്കറിയില്ല, ഉണ്ടാകുന്ന പോളിപ്സ് രക്തസ്രാവത്തിന് കാരണമാകാം. ഇതൊക്കെ മെഡിക്കൽ വാക്കുകളാണ്, എനിക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് അറിയില്ല. എന്നാൽ ഗൂഗിളിൽ തന്ന അറിവാണ് ഞാനീ പറയുന്നത്. 4, ചിലതരം ക്യാൻസറുകൾ രക്തസ്രാവത്തിന് കാരണമാകാം. മറ്റ് കാരണങ്ങൾ, ചില രോഗങ്ങൾ, ചില മരുന്നുകൾ, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളൊക്കെ രക്തസ്രാവത്തിന് കാരണമാകാമെന്ന് ഗൂഗിൾ പറഞ്ഞു തന്നു. മെഡിക്കൽ സയൻസ് ഒക്കെ പഠിച്ച ആളുകൾക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് സാധിക്കും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ സാധാരണഗതിയിൽ 2 തരത്തിലുള്ള രോഗങ്ങൾ മനുഷ്യനെ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ഒന്ന്, ജീവിത ശൈലി മുഖാന്തരം ഉണ്ടാകുന്ന രോഗങ്ങൾ, കാലാവസ്ഥ മുഖാന്തരം ഉണ്ടാകുന്ന രോഗങ്ങൾ, സാധാരണ മനുഷ്യന് വന്ന് ഭവിക്കുന്ന രോഗങ്ങൾ. അതൊക്കെ ഒരു ഡോക്ടറെ അടുത്ത് പോയി കണ്ട് ചികിത്സ നടത്തിയാൽ ഭേദമാകും. സാധാരണ രോഗങ്ങളെല്ലാം അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ അത് ഭേദമാകുമെന്ന് നമുക്കറിയാം. എന്നാൽ ചില രോഗങ്ങൾ, ചില വ്യാധികൾ, അത് ഒരുപക്ഷെ മാന്ത്രികത്തിൻ മൂലമോ പിശാചിൻ മൂലമോ വന്നാൽ ഏത് ഡോക്ടറെ കാണിച്ചാലും അത് സുഖപ്പെടുകയില്ല. ഡോക്ടറെ വിശദമായ പരിശോധനകളെല്ലാം നടത്തി മരുന്നെല്ലാം കൊടുക്കും. ഓരോ തവണ ഓരോ ടെസ്റ്റ് എല്ലാം നടത്തും. അതിന് തക്കതായ മരുന്നുകളെല്ലാം കൊടുക്കും. പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാനായിട്ട് കഴിയുകയില്ല. അതാണ് മാന്ത്രികം മൂലവും അല്ലെങ്കിൽ പിശാച് മൂലവും വരുന്ന രോഗങ്ങളുടെ പ്രത്യേകതകൾ. ഇവിടെ നാം വായിച്ചു കേട്ട വേദവചനത്തിലെ 12 വർഷമായിട്ട് നിലയ്ക്കാത്ത രക്തസ്രാവമുള്ള ഒരു സഹോദരി, അവിടെ പറയുന്നത് ഏറിയോന്ന് സഹിച്ചു, പല വൈദ്യന്മാരാലെ ഏറിയോന്ന് സഹിച്ചു, വൈദ്യന്മാർ മൂലം സഹിച്ച ഒരു സഹോദരി. ഇന്നത്തെ കാലത്തെ പോലെ അന്ന് പുതിയ തരത്തിലുള്ള ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഓപ്പറേഷനുകളോ അങ്ങനെയൊന്നും ഉള്ള ഒരു കാലഘട്ടമല്ലല്ലോ. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലെ സംഭവമാണ്. അവിടെ എന്ത് ചികിത്സ നടത്തിയിട്ടും ഈ സഹോദരിക്ക് സൗഖ്യം വരുന്നില്ല. ഞാനതിനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ രക്തസ്രാവം ആരംഭിച്ച് ചില മാസങ്ങൾ അവരുടേതായ രീതിയിലുള്ള പൊടിക്കൈകൾ, അയൽവക്കത്തുള്ളവർ പറഞ്ഞു കൊടുത്തതോ ബന്ധുക്കൾ പറഞ്ഞു കൊടുത്തതായിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളും എല്ലാം അവർ ഉപയോഗിച്ച് നോക്കി. പക്ഷെ മാറുന്നില്ല, മാസങ്ങൾ നീണ്ടു പോവുകയാണ്. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു ഒരു വൈദ്യനുണ്ട്, അയാൾ നല്ല വൈദ്യനാണ്, കുറച്ച് പണം കൊടുത്താലും രോഗം സൗഖ്യമാകുമെന്ന് പറഞ്ഞു. ഉടനെ അങ്ങോട്ട് പുറപ്പെട്ടു. അവിടെ ചെന്നു, വൈദ്യനെ കണ്ടു, വലിയ പൈസ എല്ലാം കൊടുത്തു. അങ്ങനെ ചികിത്സ ആരംഭിച്ചു. പഥ്യമുണ്ട്. അയാൾ ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞു കാണും, പാല് കഴിക്കാൻ പാടില്ല, മുട്ട കഴിക്കാൻ പാടില്ല, മീൻ കഴിക്കാൻ പാടില്ല, ഇറച്ചി കഴിക്കാൻ പാടില്ല, ഞാൻ തരുന്ന കഷായം കുടിക്കണം. അങ്ങനെ അയാൾ പറഞ്ഞ പ്രകാരം ഇതെല്ലാം ചികിത്സ ആരംഭിച്ചു. അങ്ങനെ പണമെല്ലാം കൊടുത്തു. ചില മാസങ്ങൾ അങ്ങനെ ചികിത്സ തുടർന്നു. ഇപ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, രക്തം ഉണ്ടാകാനുള്ള ഒന്നും കഴിക്കാൻ പാടില്ല, രക്തം ഉള്ളത് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അകത്ത് കഴിക്കാൻ പലതരത്തിലുള്ള മരുന്നുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഷായത്തിൻ്റെ കയ്പും ആ ഒരു പ്രയാസങ്ങൾ ഒരു വശത്ത്, അതുകൂടാതെ നിൽക്കാത്ത രക്തസ്രാവം മറുവശത്ത്,
നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു രീതി, വേറൊരു വശത്ത്, ഇങ്ങനെ അവർ കിടന്ന് പരവശയാവുകയാണ്. ചില മരുന്നുകളെല്ലാം അത് മാറുന്നില്ല. ചില മാസം കഴിയുമ്പോൾ വേറൊരു വൈദ്യനെ പോയി കണ്ടു. ആ വൈദ്യം പറഞ്ഞു രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം മരുന്നുകൾ. അയാളും ചില പഥ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ചില മരുന്നുകൾ എല്ലാം അരച്ച്, ചില ഇലകളെല്ലാം കൂട്ടി അരച്ച് കഴിക്കണം, ചില പച്ചമരുന്നുകൾ കഴിക്കണം. അങ്ങനെ അവിടെയും അത് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ വർദ്ധിച്ച് വരികയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും 12 വർഷമായി എന്ന് ഓർക്കണം. ഒരു വർഷം 1-2 വൈദ്യന്മാരെ കാണും, അടുത്ത വർഷം വീണ്ടും ചില വൈദ്യന്മാരെ കാണും. ചില ബന്ധുക്കൾ മുഖേന ചില ആളുകൾ വന്ന് പറയും, ചില സഹോദരങ്ങൾ മുഖാന്തരം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ മുഖാന്തരം ചില ആളുകൾ വന്ന് പറയും. അങ്ങനെ അവരിനി പോകാത്തതും കാണിക്കാത്തതുമായിട്ടുള്ള ഡോക്ടർമാരില്ല, വൈദ്യന്മാരില്ല. അവിടെ സമ്പത്ത് മുഴുവൻ അതിനുവേണ്ടി ചികിത്സിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷം, 5 വർഷം, 6 വർഷം, 7 വർഷം, 8 വർഷം, 9, 10, 11, 12 വർഷമായിട്ടും ഈ സഹോദരിക്ക് സൗഖ്യമായിട്ടില്ല. 12 വർഷമായിട്ട് ഒരു സഹോദരിയുടെ രക്തം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സഹോദരിയുടെ ശരീരത്തെക്കുറിച്ച് നമുക്കൊന്ന് ഊഹിച്ച് നോക്കാം. ഏതവസ്ഥയിലായിട്ടുണ്ടാകും ആ സഹോദരി എന്നുള്ളത്. ക്ഷീണിച്ച് അവരൊരു കോലമായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ അവിടെ പറയുന്നത് അവർ പരവശയായെന്നാണ് പറയുന്നത്. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെ ചിലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സഹോദരി, ഒരു പരവശയായി അവർക്ക് ഒന്നിനും കഴിയാത്ത രീതിയിൽ അവരുടെ ജീവിതം ഒരു എന്താ പറയുന്നത്, ഒരു രോഗത്താൽ പിടിപെട്ടിട്ട് അതൊരു ബാധ പോലെ അവരെ തുടരുകയാണ്. പല വൈദ്യന്മാരെ കാണിച്ചു, പല തരത്തിലുള്ള ചികിത്സകൾ നടത്തി. പക്ഷെ രോഗത്തിന് ഭേദമാകുന്നില്ല. നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ശരീരത്തിൽ മുഴുവൻ അസ്വസ്ഥതകൾ, മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എല്ലാ രീതിയിലും അവരെ ഒറ്റപ്പെടുകയും പ്രയാസപ്പെടുകയും ഇറങ്ങുകയും എല്ലാം ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. യേശുവിൻ്റെ വർത്തമാനം കേട്ടു. എന്താണ് യേശുവിൻ്റെ വർത്തമാനം കേട്ടത്? ഇനി അവർക്ക് ചികിത്സിക്കാനായിട്ട് അവർക്ക് എങ്ങും പോകാൻ താല്പര്യമില്ല. കാരണം ഇനി ഏറ്റവും നല്ല വൈദ്യന്മാരെല്ലാം പോയി കണ്ടു, ഏറ്റവും നല്ല പണം കൊടുത്തിട്ടുള്ള ഏറ്റവും നല്ല ചികിത്സകളെല്ലാം എടുത്തു, പക്ഷെ മാറുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വാർത്ത അവൾ കേൾക്കുകയാണ്. യേശുവിൻ്റെ വർത്തമാനം കേട്ടു. എന്താണ് യേശുവിനെ കുറിച്ച് അവൾ കേട്ടത്? യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നു, യേശു കുരുടനെ കാഴ്ച കൊടുക്കുന്നു, യേശു ചെകിടനെ കേൾക്കുമാറാക്കുന്നു, യേശു ഊമനെ സംസാരിക്കുമാറാക്കുന്നു, യേശു മുടന്തനെ നടക്കുമാറാക്കുന്നു, യേശു എല്ലാ രോഗത്തിനും സൗഖ്യം കൊടുക്കുന്നു. ഏറിയ വൈദ്യന്മാരെ ചികിത്സിച്ചിട്ടും മാറാത്ത രോഗം യേശു സൗഖ്യം കൊടുത്ത് മാറ്റുന്നു. പിറവിയിലെ കുരുടനായിരിക്കുന്ന ആളുകൾക്ക് കാഴ്ച കിട്ടുന്നത് എങ്ങനെയാണ്? യേശു സൗഖ്യമാക്കുകയാണ്. അവൻ രക്ഷിതാവാണ്, അവൻ സൃഷ്ടാവ് ഒരു പിറവിയിലെ ഒരുത്തിനെ കാഴ്ച കൊടുക്കുകയാണ്. ചെകിട് കേൾക്കാതെ ജന്മനാ ചെകിടനായി തീർന്ന ഒരാൾക്ക് ചെവിട് കൊടുക്കുകയാണ്. മുടന്തരായിരിക്കുന്ന അനേക ആളുകൾ, അനേക വ്യാധി പിടിച്ചവർ, അനേക രോഗം ബാധിച്ചവർ, അനേക ഭൂതം ബാധിച്ചവരെല്ലാം യേശുവിൻ്റെ അടുത്ത് വന്ന് സൗഖ്യം പ്രാപിച്ചതിനെ കുറിച്ചുള്ള വാർത്ത അവൾ കേൾക്കുകയാണ്. ആ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ ഒരു തീരുമാനമെടുത്തു. എൻ്റെ ദൈവമേ, എനിക്ക് ആ യേശുവിൻ്റെ വസ്ത്രമൊന്നും തൊട്ടാൽ മതി, ഞാൻ സൗഖ്യമാകും. ഞാനിനി പോകാത്ത ഇടങ്ങളൊന്നുമില്ല. എന്നാൽ യേശു സൗഖ്യമാക്കുന്ന പോലെ സൗഖ്യമാക്കുവാൻ അവിടെ പഥ്യമില്ല. കഷായം കുടിക്കേണ്ട, വേറെ പണം കൊടുക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. അവിടെ ചെയ്യാവുന്ന ഏക കാര്യം വിശ്വാസത്തോടെ യേശുവിനെ ഒന്ന് ചെന്ന് തൊട്ടാൽ മതി. ഇനി അവൾക്ക് പണമില്ല, ഇനി അവൾക്ക് പഥ്യം നോക്കാനും പറ്റുകയില്ല. അവളുടെ ശരീരത്തിൽ രക്തം മുഴുവൻ ഊറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സഹോദരി ഊട്ടി യേശുവിനെ കാണാനായിട്ട് അവൾ ചെന്ന് ആ പുരുഷാരത്തിൻ്റെ ഇടയിലൂടെ പിന്നിലൂടെ ചെന്ന് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം തൊട്ടു. യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം തൊട്ട വഴി അവിടെ 29-ാമത്തെ വാക്യത്തിൽ അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. അവിടെ പറഞ്ഞിരിക്കുന്നത് അവളുടെ രക്തസ്രവം നിന്നു എന്ന് അവൾ ശരീരത്തിൽ ഉടനെ അറിഞ്ഞു. അത് അവൾ വീട്ടിൽ പോയി നോക്കിയതിന് ശേഷം ഒന്നും അറിഞ്ഞതല്ല. യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രം തൊട്ട വഴി അവൾക്ക് രോഗസൗഖ്യം ലഭിച്ചു. എങ്ങനെയാണ് അവൾ അത് അറിഞ്ഞത്? അവളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബാധ മാറി. ഒരു പിശാച് അവളുടെ രക്തം ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യേശുവിൻ്റെ വസ്ത്രത്തിന്മേൽ ചെന്ന് തൊട്ട വഴി ആ ബാധ മാറുകയുണ്ടായി. ഞാൻ യൂട്യൂബ് വഴി പല സഹോദരിമാരുടെയും സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്നിട്ട് അവർ ഡോക്ടർമാരെ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർമാർ പല പരിശോധനകൾ നടത്തിയിട്ട് പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. പിശാച് ബാധിച്ച ഒരു വ്യക്തിയെ അല്ലെങ്കിൽ മന്ത്രവാദം ഏറ്റ ഒരു വ്യക്തിയെ ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ ഈ രോഗം കണ്ടുപിടിക്കാൻ പറ്റുകയോ രോഗത്തിന് ചികിത്സ നടത്തുവാനോ പറ്റുകയില്ല. ചികിത്സിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, കുറച്ച് ആവശ്യമില്ലാത്ത മരുന്നുകൾ കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ
രോഗം ഭേദമാകുകയില്ല. കാരണം അതിൻ്റെ ചികിത്സ യേശുവിൻ്റെ അടുക്കൽ മാത്രമാണുള്ളത്. അവിടെ ഇവള് പുരുഷാരത്തിൽ ചെന്ന് തൊട്ടു. അവൾക്ക് ഉടനെ മനസ്സിലായി ബാധ മാറി, തൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് വിട്ടുപോയി. അവൾ സുഖം പ്രാപിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. കഴിഞ്ഞ 12 വർഷമായിട്ട് കഷ്ടപ്പെടുന്നു. ഒരു ദിവസം 2 ദിവസമൊന്നുമല്ല, 12 365 ദിവസങ്ങൾ കഷ്ടത അനുഭവിച്ച ഒരു സഹോദരി. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എഴുതി നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അവരുടെ വസ്ത്രം തൊട്ടാൽ ഞാൻ രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് അവൾ പിന്നാലെ ചെന്ന് യേശുവിൻ്റെ വസ്ത്രം തൊട്ടു. യേശുവിന് മനസ്സിലായി ആരോ തന്നെ തൊട്ടു എന്ന്. കാരണം ശക്തി പുറപ്പെട്ടു, യേശുവിൻ്റെ ശക്തി പുറപ്പെട്ടു. യേശു മുഖാന്തരം അവൾ സൗഖ്യമായി. യേശു തിരിഞ്ഞിട്ട് അവളോട് ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ശിഷ്യന്മാർ പറഞ്ഞു, നീ എന്താ കർത്താവേ പറയുന്നത്? ഇത്രയും പുരുഷാരം തിരക്കി പോകുമ്പോൾ നിന്നെ തൊട്ടത് ആര് എന്ന് നീ ചോദിക്കുന്നത് എന്താണ്? ഇല്ലില്ല, അത് ചെയ്തവളെ കാണാൻ താൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചുകൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വീണ് വസ്ത്രമൊക്കെയും യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് അവൾ കാൽക്കൽ വീഴുകയാണ്. അവൾ പറയാ, 12 വർഷമായി കർത്താവേ ഞാൻ നടക്കുകയാണ്, 12 വർഷമായി ഞാൻ അലയുകയാണ്, ഞാൻ പരവശയായിരുന്നു, എൻ്റെ മുതലെല്ലാം വിറ്റ് കഴിഞ്ഞു, ഇനി കാണിക്കാത്ത ഡോക്ടർമാരില്ല, ഇനി കാണിക്കാത്ത വൈദ്യന്മാരില്ല, എനിക്ക് ഒരു സൗഖ്യം കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് യേശുവിനെ കുറിച്ച് കേട്ടത്. ഞാൻ ഓടി കർത്താവ് നിൻ്റെ അടുക്കൽ വരികയാണ് ചെയ്തത്. ഞാൻ പിന്നാലെ വന്ന് നിൻ്റെ വസ്ത്രത്തിൽ തൊട്ടു, എനിക്ക് സൗഖ്യം വന്നു എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് പറയുകയാണ്, 34-ാമത്തെ വാക്യം, അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കാം എന്ന് പറഞ്ഞു. ചില രോഗങ്ങൾ പൈശാചിക ശക്തികൾ മൂലം വരുന്നതാണ്. ചില രോഗങ്ങൾ മന്ത്രവാദങ്ങൾ മൂലം വരുന്നതാണ്. അതിന് പ്രതിവിധി യേശുവിൻ്റെ അടുക്കൽ മാത്രമാണ്. യേശുവിന് മാത്രമാണ് പിശാചുക്കളെ പുറത്താക്കാൻ കഴിയുള്ളൂ. യേശുവിന് മാത്രമാണ് ബാധകളെ ഒഴിപ്പിക്കാൻ കഴിയുള്ളൂ. എത്ര ഡിഗ്രി എടുത്താലും, MBBS MD ഇനി എത്ര വലിയ ഡിഗ്രി എടുത്താലും ഒരു ഡോക്ടർക്ക് ബാധ ഒഴിപ്പിക്കാൻ കഴിയില്ല. ബാധകളെ ഒഴിപ്പിക്കുവാൻ കഴിവുള്ള ഏക നാമം യേശുവിൻ്റെ നാമമാണ്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച അത് ഞാൻ വേറൊരു ചർച്ചിലേക്ക് പോയതാണ്. ആ വഴി കണ്ടുപിടിക്കാൻ അല്പം പ്രയാസപ്പെട്ട് ഒരു പാസ്റ്റർ വഴിയിൽ വെച്ച് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചിലേക്ക് എന്നെ ക്ഷണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആ പാസ്റ്റർ ഞാൻ വന്ന ചർച്ചെന്ന് ഒന്നോട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരികെ വന്ന് ഞാൻ ആ സഭയിൽ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്നോട് പുൾപ്പിറ്റിൽ ഇരിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, എന്ന് ബാക്കിലിരുന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ ബാക്കിലേക്ക് പോയിരുന്നു. അങ്ങനെ അദ്ദേഹം പുൾപ്പിറ്റിൽ ഇരുന്ന് അല്പസമയം പ്രാർത്ഥന കഴിഞ്ഞിട്ട് എൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, എന്നോട് കർത്തൃമേശയുണ്ട്? ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ കർത്തൃമേശ എടുക്കാൻ വില്ലിങ്ങാണ്, തയ്യാറാണ് എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒരു വേദശൈലി ചെയ്യാൻ പറ്റുമോ, പ്രസംഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. എത്ര മിനിറ്റ് സമയം വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അതേ സമയമൊന്നും വേണ്ട, ഒരു 10-20 മിനിറ്റ് സമയം മതി സാക്ഷ്യം പറയാനും. കാരണം ആ പാസ്റ്റർ ഒരുങ്ങി വന്നിട്ടുണ്ടാകും സാക്ഷ്യം പറയാനും. വേദചെയ്തി എന്നാണ് മലയാളത്തിൽ തമിഴിൽ പറയുക. വേദചെയ്തിക്കായിട്ടും എനിക്കൊരു 20 മിനിറ്റ് മതിയാകും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എടുത്ത് ചോദിച്ചു, കൃത്യം 20 മിനിറ്റ്? കൃത്യം 20 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 20 മിനിറ്റ് സംസാരിച്ചു. അവർക്കെല്ലാം ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. അവർ അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ എനിക്ക് മെസ്സേജ് ഇട്ടു, നിങ്ങൾ വന്നതും നിങ്ങൾ ആ മെസ്സേജ് കൊടുത്തതും ഞങ്ങൾക്കെല്ലാം ഭയങ്കര അനുഗ്രഹമായിരുന്നു എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം മെസ്സേജ് ഇട്ടു. അദ്ദേഹം ഒരു കർക്കശക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചു, പാസ്റ്റർ ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചോട്ടെ? എന്നോട് പറഞ്ഞു, ചോദിച്ചോ. പാസ്റ്റർ കുറച്ച് കർക്കശക്കാരനാണല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉപദേശപരമായ കാര്യങ്ങളിൽ കുറച്ച് കർക്കശക്കാരനാണ്. ഞാൻ പറഞ്ഞു, ഉപദേശപരമായ കാര്യങ്ങളിലല്ല, പൊതുവെ സഭയിലെ ജനത്തോടുള്ള ബന്ധത്തിൽ കുറച്ച് കർക്കശക്കാരനാണ് അല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുറച്ച് ദയൊക്കെ നമുക്കുണ്ടാകുന്നത് നല്ലതാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്. ഇതൊന്നുമല്ല ഞാൻ പാസ്റ്ററോട് പറഞ്ഞ പ്രധാന വിഷയം. ഞാൻ പോരുന്ന സമയത്ത് പാസ്റ്ററുടെ ഭാര്യ സഭയ്ക്ക് പുറത്തുള്ള ഒരു റൂമിലായിരുന്നു ഇരുന്നത്. ഇറങ്ങി വരുന്ന കോണിപ്പടിയുടെ അവിടെയുള്ള റൂമിലാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്ററുടെ ഭാര്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിയാണെന്ന് വേറൊരു സഹോദരി വന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. ഞാൻ നോക്കുമ്പോൾ കറുത്ത് കരിവാളിച്ച് വളരെ ക്ഷീണിച്ചിട്ട് ഒരു സഹോദരി. അവരുടെ ശരീരം ഏകദേശം രക്തം കട്ട പിടിച്ച മാതിരി ഇരിക്കുന്നു. നമ്മൾ ഈ ഏതെങ്കിലും ഒരു ചതവ് പറ്റിയിട്ട് രക്തം കട്ട പിടിച്ച് കിടക്കില്ല, ഒരു പ്രത്യേക കളറിൽ, ഒരു നീലയല്ല കറുപ്പോലത്തെ രീതിയിലുള്ള ഒരു കളറിൽ രക്തം കട്ട പിടിച്ച് കിടക്കില്ലേ, ആ രീതിയിൽ കളറുള്ള ഒരു സഹോദരി. എനിക്ക് ആ സഹോദരി വളരെ ഒരു നല്ല വിനയത്തോടും താഴ്മയോടും കൂടി വളരെ ഇതായിട്ട് എന്നോട് സംസാരിച്ചിട്ട് വളരെ നല്ലതായിരുന്നു അന്നത്തെ മെസ്സേജ് എന്നെല്ലാം അവർ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞ സഹോദരി ഓക്കെ. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചില്ല എന്തായിരുന്നു കുഴപ്പമൊന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് ആ സഹോദരി കണ്ടപ്പോൾ ഒരു വല്ലായ്മ തോന്നി, ഒരു പ്രയാസം തോന്നി. ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഞാനപ്പോൾ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററുടെ വൈഫിന് എന്താണ് രോഗം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രക്തസ്രാവമാണെന്ന് പറഞ്ഞു.
ഞാൻ ചോദിച്ചു എത്ര വർഷമായി തുടങ്ങിയിട്ട്? അപ്പോൾ ചില വർഷങ്ങളായി എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു പക്ഷേ ഇതൊരു പിശാചരുടെ ബാധയായിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആകലാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പിശാചിൻ്റെ ഒരു ബാധ തന്നെയാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹം കൂടുതൽ എന്നോട് ആ വിഷയത്തിൽ സംസാരിക്കാൻ താല്പര്യപ്പെടാത്തത് കൊണ്ടും അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടും ആ ചർച്ച അധികം മുന്നോട്ട് പോയില്ല. പക്ഷേ എനിക്ക് ഒരു ഭാരമുണ്ടായിരുന്നു. ചില രോഗങ്ങൾ പിശാചിനാൽ വരുന്നതാണ്. അത് എത്ര നമ്മൾ ചികിത്സ നടത്തിയാലും മാറുകയില്ല. ചിലത് ദൈവം പിശാചിനെ ദണ്ഡിപ്പിക്കുവാനായിട്ട് പിശാചിനെ കൊടുക്കുന്ന ശിക്ഷകളുമുണ്ട്. ചില നെഗളിച്ചിട്ട് പിശാചിനെ വന്ന ശിക്ഷാവിധി ചില ദൈവജനത്തിന് ദൈവം കൊടുത്തു എന്ന് വന്നേക്കാം. അത് അതിൻ്റെ കാലാവധി കഴിയാണ്ട് മാറുകയില്ല. കാരണം നെഗളം മൂലം ദൈവം ചിലപ്പോൾ ശിക്ഷ കൊടുക്കും. ഒരു പിശാചിനെ കൊടുക്കും. പൗലോസിന് ശിക്ഷ കൊടുത്തു. അത് നെഗളിക്കാതിരിക്കാനെന്നാണ് പൗലോസ് പറയുന്നത്. കാരണം ഒരു ശൂലം അങ്ങ് കൊടുത്തു. പിശാചിനെ കുത്തുവാൻ പിശാചിനെ കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശൂലം അങ്ങ് കൊടുത്തു എന്ന് പറയുന്ന പോലെ ചില രോഗങ്ങൾ അങ്ങനെ കൊടുത്തു എന്ന് വന്നേക്കാം. എന്നാൽ സാധാരണഗതിയിൽ ചികിത്സിച്ചിട്ട് മാറുന്നില്ല എങ്കിൽ ആ രോഗം ഒരുപക്ഷെ ഒരു മാന്ത്രികത്തിന് മൂലം വരാം, ഒരു പൈശാചിക ശക്തി മൂലം വരാം. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സന്നിധാനത്തിൽ വന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗം മാറും. മനുഷ്യനിലുള്ള ആശ്രയം വിട്ട് വൈദ്യന്മാരുടെ ആശ്രയം വിട്ട് യേശുക്രിസ്തുവിലേക്ക് വന്ന് പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ സ്പർശിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ രോഗം മാറും. യേശുക്രിസ്തു ഇന്നും പ്രവർത്തിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. ഇന്ന് നിങ്ങൾ അനുതാപ ഹൃദയത്തോടെ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവിനെ സൗഖ്യമാക്കണം. ഒരു ഡോക്ടർമാർക്കോ ഒരു വൈദ്യന്മാർക്കോ ഒരു സാഹചര്യത്തിലും രോഗം മാറാൻ കഴിയുന്നില്ല. എൻ്റെ മേൽ ബാധിച്ചിരിക്കുന്ന ഈ ബാധ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് സൗഖ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള അഭിഷിക്തന്മാരുടെ അടുക്കൽ ചെല്ലുക. അവർ പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗം സൗഖ്യമാക്കും. ഞാൻ അനേക സാക്ഷ്യങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള രക്തസ്രാവം സംബന്ധിച്ച സഹോദരിമാരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം അവർക്ക് സൗഖ്യം കൊടുത്തത്. അവർ ഡോക്ടർമാരെ കാണാൻ പോയിരുന്നെങ്കിൽ അവർക്ക് സൗഖ്യം ലഭിക്കുകയില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, പ്രിയ സഹോദര, ഒരുപക്ഷെ നീ ഇന്ന് അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു രോഗം അതൊരു ബാധ കൊണ്ടാകാം. എന്നാൽ ആ ബാധയെ മാറ്റുവാൻ തക്കവണ്ണ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവമുണ്ട്. പിശാച് നിന്നെ പിടിച്ചു കെട്ടിയിരിക്കുന്ന കെട്ടിൽ നിന്ന് നിന്നെ സ്വതന്ത്രനാക്കുവാൻ തക്കവണ്ണ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അതിഭയങ്കരമാണ്. അതുകൊണ്ട് നീ സ്വയമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ രോഗാത്മാവും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. നീ ഒരു സാധാരണ ആണെങ്കിൽ പോലും അത് പ്രാർത്ഥന നടക്കും. നീ ഒരു അഭിഷിക്തനായ ദേവദാസരുടെ പോകണം നിർബന്ധമൊന്നുമില്ല. ദൈവത്തിന് എല്ലാ മനുഷ്യനും ഒരുപോലെയാണ്. നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് സൗഖ്യം തരും. സഹോദരി നിനക്ക് സൗഖ്യം തരും. സഹോദര നിനക്ക് സൗഖ്യം തരും. നിന്റെ രോഗം എന്തുമായിക്കൊള്ളട്ടെ, ആ രോഗത്തിന് സൗഖ്യം തരുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വകീയ നല്ല പിതാവായ ദൈവമേ, 12 വർഷക്കാലം പരവശയായി തീർന്ന രോഗത്താൽ വൈദ്യന്മാരാൽ കർത്താവെ കഷ്ടമനുഭവിച്ച് പലവിധമായ മരുന്നുകൾ കഴിച്ച് ശരീരം വളരെ പ്രയാസപ്പെട്ട് ദൈവമേ ഇനി രക്ഷയില്ല എന്ന് വിചാരിച്ച് എല്ലാ വൈദ്യന്മാരും എഴുതി തള്ളിയ ഒരു കേസ്. എന്നാൽ അവൾ പറഞ്ഞു, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ കർത്താവെ ബാധ മാറി അവൾ സമാധാനമുള്ളവളായി തീർന്നു. നിങ്ങൾ വായിക്കുന്നു. കർത്താവ് പിശാചിന് രോഗം തരുമ്പോൾ അസമാധാനം കൊണ്ടുവരുന്നു, അസ്വസ്ഥത കൊണ്ടുവരുന്നു, സ്വസ്ഥതയില്ലാത്തൊരനുഭവം കൊണ്ടുവരുന്നു. കർത്താവെ ദൈവമേ, എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ട്. കർത്താവെ ഇന്നും പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ നാമത്തിനായിട്ടിടയിൽ സ്തുതിക്കുന്ന കർത്താവെ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് ഏതെങ്കിലും ഒരു സഹോദരനോ ഏതെങ്കിലും ഒരു സഹോദരിയോ പൈശാചിക ശക്തിയുടെ ബാധകൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ രോഗം യേശുവിന്റെ നാമത്തിൽ വിട്ട് മാറിപ്പോകുവാൻ കമാൻഡ് ചെയ്യുന്നു. ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ദുഷ്ട പിശാചേ പോ. യേശുവിന്റെ നാമത്തിൽ ജയത്തെടുക്കുകയാണ്. കർത്താവ് യേശുവിന്റെ നാമം മഹിമപ്പെടട്ടെ. രോഗം സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നു. അതിനായിട്ട് സ്തോത്രം കർത്താവ്. നിന്റെ സർവശക്തിയുള്ള നാമത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്ന് വചനം കേട്ട മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ്. അതുപോലെ കർത്താവെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ മേൽ പ്രത്യേകമായ കരുണ കാണിക്കണമേ കർത്താവ്. പ്രത്യേകമായ ഇറക്കം കാണിക്കണമേ കർത്താവ്. ദൈവകൃപ അവരെ ചൂഴ്ന്നുകൊള്ളണമേ കർത്താവ്. അവിടെ എല്ലാ തടസ്സങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവ്. എല്ലാ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളും അവർക്ക് മാറി അവർ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ്. എല്ലാ നന്മകളാലും അവർ നിറയ്ക്കണമേ കർത്താവ്. അവരുടെ വഴിയിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവ്. അത്ഭുതങ്ങൾ നടക്കട്ടെ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.